ഗൈസ് എവൻ ജനിച്ചിട്ട് വെറും 1.5 മാസമായിട്ടില്ലെങ്കിലും എവൻ്റെ കഴപ്പ് വെറും ഒന്നുമല്ല ഗൈസ്. ഇന്നലെയാണ് ഇവിടെ വന്ന് കയറിയത്. അപ്പോൾ ബാക്കി ഞാൻ അവൻ തന്നെ പറയട്ടെ ഗൈസ്. സ്റ്റാർട്ട്. ഹലോ ഗൈസ്, ഞാനാണ് ചച്ചു. എല്ലാവരും എന്നെ ചച്ചു സിംബ എന്നും വിളിക്കും. എൻ്റെ വീട് ഇതായിരുന്നു ഗൈസ്. പക്ഷെ എവരിപ്പോൾ എന്നെ ഇവിടെ നടിച്ച് അവിടെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി. ഈ വീട്ടിൽ വേറൊരു വലിയ പൂച്ച ഉണ്ട്. അതിന്റെ പേര് ചോട്ടു. എനിക്ക് ഈ കമ്പിൻ്റെ കൂടെ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ അവരെന്നെ അടിക്കുമൊന്നും എനിക്ക് പേടിയാണ് ഗൈസ്. ഞാൻ ഇന്നലെ വന്നെങ്കിലും എന്നെ വളർത്തിയവരെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു അവരെ. ഇവർ അടിപൊളിയാ. ഞാൻ ചച്ചു ആയതിനാൽ ഇവർ എന്നെ ചച്ചു സിംബ എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. എനിക്ക് കമ്പിൻ്റെ കൂടെ കളിക്കണം, പക്ഷേ എനിക്ക് ചാടാനും വളരെ സ്കിൽഡാണ് ഞാൻ. എനിക്ക് സ്കില്ലിംഗ് പവർ. എനിക്ക് കമ്പ് വളരെ ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ കൂടെ എപ്പോഴും കളിക്കും. എനിക്ക് കമ്പിൽ കളിക്കുമ്പോൾ സ്കില്ല് കൂടുന്ന പോലെ. ഓ ഗ്ലാമറോ ടാഫാ ഗൈസ്. ഈ ചച്ചുവിൻ്റെ അമ്മ ആരാണ് നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാം? നിങ്ങളെ വീട്ടിൽ പൂച്ചാണെങ്കിൽ എടുത്തോട്ട് പോക്കോ ഗൈസ്. ചച്ചു പിന്നെ വിളിക്കും എവരെപ്പോഴും എന്നെ. പക്ഷെ എനിക്ക് ഈ കമ്പിനോട് കളിക്കാൻ വളരെ ഇഷ്ടമാണ് ഗേൾസ്. എവരെപ്പോഴും എനിക്ക് കമ്പ് തരും. ഇതാണ് എൻ്റെ മുതലാളി ചേച്ചി. ഈ ചേച്ചിയുടെ കയ്യിലുള്ള കമ്പ് കണ്ടാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഈ വീട്ടിൽ വേറൊരു പൂച്ചയുണ്ട്. എന്നെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നടക്കുന്ന പൂച്ച. ഓ എന്തിനു വേണം? അനിയനും കൂടെ ഉണ്ട്. ഇതിന്റെ പേര് അർജുൻ. കൊച്ചുന്ന് വിളിക്കും. അവിടുന്ന് ഞാൻ കളിക്കട്ടെ ഗേൾസ്. ഞാൻ ഇന്ന് മുതൽ ഇവിടെ പെട്ടുപോയി ഗേൾസ്. എനിക്ക് ഇവിടുന്ന് എങ്ങനെ ഇറങ്ങണം എന്ന് അറിയാൻ പാടില്ല ഗേൾസ്. ഇന്നലെ എവന്റെ മുതലാളിയുടെ റൂമിൽ കിടന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ദേ അവിടെ കൊണ്ടിട്ട് എന്നെ ലൈറ്റ് അണപ്പിച്ച് വിട്ട് ഗേൾസ്. അവര് എന്ത് ചെയ്യും? അത് ഞാനല്ലേ. ഇന്ന് മുതൽ എനിക്ക് യൂട്യൂബിൽ വൈറലാകാം ഗൈസ്. ഇവൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നീ പോടാ, ഞാൻ പോണു. അയ്യോ പെട്ടല്ലോ. ഇല്ല ഇറങ്ങി ഗൈസ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ആ കമ്പിങ്ങാട്ട് താ. ഇന്നാ വേണ്ടേ? എന്നാ ഞാൻ പോണ്ടേ? നിന്നെ പറ്റിക്കാൻ വന്ന